നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കുന്നംകുളത്ത് രാവിലെ 9:00 ചെറുവത്തൂർ ഗ്രൗണ്ടിൽ BJPയുടെ പൊതുസമ്മേളനം ആരംഭിക്കും. 11 മണിയോടെ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ മോദി എത്തുമെന്ന സൂചന. നഗരകേന്ദ്രത്തിൽ നിന്ന് റോഡ് ഷോയ്ക്കും സാധ്യത. അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ ട്രയൽ റൺ നടത്തി. നഗരം സംസ്ഥാന പോലീസിന്റെയും SPGയുടെയും നിയന്ത്രണത്തിൽ. പട്ടാമ്പിയിൽ പട്ടാപ്പകൽ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. തൃത്താല ആലൂർ കാങ്കാത്തുപടി ശിവന്റെ മകൾ 30 വയസ്സുള്ള പ്രവിയയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആലൂർ മൂലത്തൊടി സന്തോഷിനെ പിന്നീട് വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി നാട് വിഷു ആഘോഷിച്ചു. വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും മലയാളികൾ വിഷുവിനെ വരവേറ്റു. വിഷുപുലരിയിൽ കണ്ണനെ കണി കാണാൻ വൻ ഭക്തജനത്തിരക്ക്. പ്രസിദ്ധമായ കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് ആറാട്ടോടെ തുടക്കമായി. ഏപ്രിൽ 20-21 തീയതികളിലായിട്ടാണ് പൂരാഘോഷം. മറ്റ നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രം. വനമാതാവിന്റെ അനുഗ്രഹം തേടി തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. മോദി നാളെ കുന്നംകുളത്ത്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പഴുതടച്ച സുരക്ഷാ സംവിധാനത്തോടെ ട്രയൽ റൺ നടത്തി. ഞായറാഴ്ച രാവിലെ 11:30 ട്രയൽ റൺ. രാവിലെ 7 മണിയോടെ തന്നെ പോലീസ് നഗരകേന്ദ്രങ്ങളിലേക്കുള്ള വഴികളെല്ലാം അടച്ച് ട്രയൽ റണ്ണിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. കുന്നംകുളത്തേക്കുള്ള എല്ലാ പ്രധാന പാതകളിലും പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു. വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ടതോടെ വിഷുദിനത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയവരും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെത്തിയവരും വലഞ്ഞു. പിന്നീട് 12 മണിക്ക് ശേഷമാണ് നിയന്ത്രണത്തിൽ അല്പം അയവ് വന്നത്. ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ സജ്ജീകരിക്കുന്ന സുരക്ഷ അതേ രീതിയിൽ തന്നെ ഒരുക്കിയാണ് പരീക്ഷണയോട്ടം നടത്തിയത്. രാവിലെ 6:45 ഡ്യൂട്ടി ചുമതല നിശ്ചയിച്ച സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജോലിക്കെത്തി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കൂനമൂച്ചി ചൂണ്ടൽ വഴി നേരിട്ട് നഗരകേന്ദ്രത്തിലെത്തി പൊതുസമ്മേളനം നടക്കുന്ന കുന്നംകുളം പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ 11 മണിയോടെ എത്തിച്ചേരും. ഇത് സമാന രീതിയിൽ ആവിഷ്കരിച്ചായിരുന്നു ഇന്നത്തെ വാഹനവ്യൂഹങ്ങളുടെ സഞ്ചാരം ഒരുക്കിയത്. ആംബുലൻസ് ഉൾപ്പെടെ 25ഓളം വാഹനങ്ങളുടെ അകമ്പടിയോടെ 11:25 വാഹനവ്യൂഹം കുന്നംകുളം നഗരത്തിലൂടെ കടന്നുപോയത്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി കനത്ത സുരക്ഷയാണ് നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. ഡ്രോണിന് നിരോധനവും ഗതാഗത നിയന്ത്രണവും ഉണ്ട്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ, 16ഓളം DYSP, SP-മാർ എന്നിവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. CCTV ന്യൂസ്, കുന്നംകുളം. പ്രധാനമന്ത്രിയുടെ കുന്നംകുളം സന്ദർശനം മേഖലയിൽ സുശക്തമായ സുരക്ഷയാണ് ഒരുക്കുന്നത്. ഇതിനായി 3000-ലധികം പോലീസുകാരെയാണ് വിവിധ ചുമതലകൾക്കായി നിയോഗിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് എത്തുന്നതിനോടനുബന്ധിച്ച് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഴുതടച്ച സുരക്ഷയാണ് കുന്നംകുളം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 3000-ലധികം പോലീസുകാർ കുന്നംകുളത്തെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ തന്നെ ട്രാഫിക് ഉൾപ്പെടെയുള്ളവരുടെ ട്രയൽ നടത്തുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഉച്ചയ്ക്ക് 1 മണിവരെ ട്രയൽ റണ്ണിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നു. സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ച പോലീസുകാർക്ക് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് ഡ്യൂട്ടി കാർഡുകൾ വിതരണം ചെയ്തു. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന വാഹനങ്ങളും പോലീസ് വാഹനങ്ങളും ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളുടെയും സഞ്ചാരം കുന്നംകുളം നഗരത്തിലൂടെ പൂർണ്ണമായും നിരോധിച്ചു. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്നും ജീവനക്കാർ തിരിച്ചറിയൽ കാർഡുകൾ ധരിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ്, കുന്നംകുളം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണം കണക്കിലെടുത്ത് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI പബ്ലിക് സ്കൂളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയിലേക്ക് മാറ്റിവെച്ചതായി വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു.
മറ്റു വാർത്തകൾ. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൂവത്തൂരിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൂർത്തും അഴിമതികളും മൂലം സർക്കാർ ഖജനാവ് കാലിയായി. പൂച്ച പെറ്റുകിടക്കുന്നതിന് സമാനമായ സാഹചര്യമാണ് സംസ്ഥാന ഖജനാവിലുള്ളത്. സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇത്തരം സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മുൻ MLA P.A. മാധവൻ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, V. വേണുഗോപാൽ, അസ്കർ അലി തങ്ങൾ, CJ സ്റ്റാൻലി, പ്രസാദ് വാഗ എന്നിവർ സംസാരിച്ചു. എല്ലാം തകർത്ത് തരിപ്പണമാക്കി. നിങ്ങൾക്കറിയാം, ജോലിയുണ്ടോ ആർക്കെങ്കിലും? ഇവരെല്ലായിടത്തും പെർമനന്റ് വേക്കൻസികൾ താൽക്കാലിക വേക്കൻസികളാക്കി തുടരുക. താൽക്കാലിക വേക്കൻസിയിൽ മുഴുവൻ CPM-കാരെ വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ 20% വെച്ച് അത് സ്ഥിരപ്പെടുത്തി കൊടുക്കും. അല്ലാത്ത ആർക്കും ജോലി കിട്ടാത്ത ഒരു സംസ്ഥാനമാക്കി ഇവർ കേരളത്തെ മാറ്റി. ഒരു പൈസ കയ്യിലില്ല, നയാ പൈസയില്ല. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ കത്തിച്ചതായി പരാതി. കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂർ ബൂത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച പ്രചരണ ബോർഡുകളാണ് ഞായറാഴ്ച പുലർച്ചെ അഗ്നിക്കിരയായത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ പതിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് കത്തിച്ചിട്ടുള്ളത്. ഓഫീസിനു മുന്നിൽ സ്ഥാപിച്ച 6 ബോർഡുകളിൽ 2 ബോർഡുകൾ പൂർണ്ണമായും മറ്റുള്ളവ ഭാഗികവുമായാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് സമീപത്തായി സ്ഥാപിച്ച സ്ഥാനാർത്ഥിയുടെ കട്ടൌട്ട് കല്ലെറിഞ്ഞ് നശിപ്പിച്ചിരുന്നു. ബോർഡ് തകർത്തതിനെതിരെ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന ആക്ഷേപം BJP നേതാക്കൾ ഉന്നയിച്ചു. സമീപത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് കുറ്റവാളികളെ കണ്ടെത്താമെന്നിരിക്കെ അതിന് തയ്യാറാകാതെ പ്രദേശത്ത് രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് പോലീസിന്റെ ഉദാസീനത കാരണമാകുമെന്ന് BJP പാവർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് MR വിശ്വൻ പറഞ്ഞു. ആദ്യത്തെ സംഭവം മാത്രമല്ലത്. നമ്മൾ 3 തവണയായിട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത കട്ടൗട്ടർ എറിഞ്ഞു നശിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റ് പ്രകടനങ്ങളിലേക്ക് പ്രതിഷേധങ്ങളിലേക്ക് പോകാതെ നിയമപരമായ നടപടികൾ എടുക്കാൻ വേണ്ടി പോലീസിന് കൊടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള വീടുകളിൽ CCTV ക്യാമറകളാണ്. അതുപയോഗിച്ച് പ്രതികളെ പിടിക്കാമെന്നുള്ള സാഹചര്യമുള്ളപ്പോൾ അതിന് മുതിരാതെ ഇവിടുത്തെ രാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് കോപ്പ് കൂട്ടുകയാണ്. BJPയുടെ വിജയക്കുതിപ്പ് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്നതെന്നും എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാണെന്നും നേതാക്കൾ പറഞ്ഞു. ബോർഡുകൾ തീവെച്ച് നശിപ്പിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് പ്രദേശത്തെ BJP പ്രവർത്തകർ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ചാവക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തും. മുഖ്യമന്ത്രി നാളെ വൈകിട്ട് 6 മണിക്ക് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ജില്ലയിലെ LDF നേതാക്കൾ സംബന്ധിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. രാഹുൽ ഗാന്ധി ഈ മാസം 22-ന് രാവിലെ 10 മണിക്ക് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് UDF തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യും. ഈ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. കച്ചവട തെരുവുകളെ ആവേശത്തിലാഴ്ത്തിയ ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ കാലങ്ങളായി എറണാകുളത്ത് കച്ചവടം നടത്തുന്ന ആയിരക്കണക്കിന് കുന്നംകുളത്തുകാരെ കാണുവാനും സൗഹൃദം പുതുക്കാനുമാണ് K. രാധാകൃഷ്ണൻ എറണാകുളത്തെത്തിയത്. ജൂസ് സ്ട്രീറ്റ്, മേത്തർ ബസാർ, കുളുത്തറ ബസാർ, ബ്രോഡ്വേ, പൂക്കാരൻമുക്ക്, മുസ്ലിം സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. വർഷങ്ങളായി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുന്നംകുളം ഡെമോക്രാറ്റിക് ഫെഡറേഷൻ എറണാകുളം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ രാധാകൃഷ്ണനെ പ്രൗഢഗംഭീര സ്വീകരണം ഒരുക്കി. CPM എറണാകുളം ഏരിയ സെക്രട്ടറി മണി, CITU എറണാകുളം ജില്ലാ ഭാരവാഹി അഷ്റഫ്, കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MN സത്യൻ, ജയ്മോൻ റോയ്, റോബിൻ, മുത്തലിബ്, ഗീവർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഉടമകളും ജീവനക്കാരും ഇറങ്ങിവന്ന K. രാധാകൃഷ്ണനെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. മറ്റു വാർത്തകൾ. വിഷുദിനത്തിൽ നാടിനെ നടുക്കി പട്ടാമ്പിയിൽ യുവതിയുടെ കൊലപാതകം. പട്ടാമ്പി തീരദേശ റോഡിലാണ് യുവതിയെ കൊലപ്പെടുത്തി തീകൊളുത്തി നിലയിൽ കണ്ടെത്തിയത്. തൃത്താല ആലൂർ സ്വദേശിനി പ്രവിയയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം നടത്തിയതെന്ന് കരുതുന്ന ആലൂർ സ്വദേശി സന്തോഷ് ജീവനൊടുക്കി. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിലെ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തെ
തീരദേശ പാതയിലാണ് യുവതിയെ പട്ടാപ്പകൽ കുത്തി കൊലപ്പെടുത്തി തീകൊളുത്തിയ നിലയിൽ കണ്ടെത്തിയത്. തൃത്താല ആലൂർ കാങ്കത്തുപടി ശിവന്റെ മകൾ പ്രവിയയാണ് കൊല്ലപ്പെട്ടത്. 30 വയസ്സാണ്. ഞായറാഴ്ച രാവിലെ 8:30 മണിയോടെയായിരുന്നു സംഭവം. പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ പ്രവിയ രാവിലെ ജോലിക്ക് പോകുന്ന വഴിയാണ് കൊല്ലപ്പെട്ടത്. വഴിയാത്രക്കാരാണ് യുവതിയെ തീ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് ഒരു കത്തിയും ഇവരുടെ സ്കൂട്ടറും കിടപ്പുണ്ട്. യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തീ കൊളുത്തി എന്നതാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന മൂലത്തൊടി 40 വയസ്സുകാരൻ സന്തോഷിനെ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. നേരത്തെ സന്തോഷ് നടത്തിയിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കടയിലെ ജീവനക്കാരിയായിരുന്നു മരിച്ച പ്രവിയ. 8:30 മണിയോടെ ഈ വഴി വന്ന നാട്ടുകാരാണ് സ്കൂട്ടറിന് സമീപത്ത് യുവതിയെ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു. പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഷൊർണൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിഷുദിനത്തിൽ നാടിനെ നടുക്കിയ ദുരന്തമായി കൊലപാതകം മാറിക്കഴിഞ്ഞു. സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. പട്ടാമ്പിൽ യുവതിയെ പട്ടാപ്പകൽ റോഡിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ പ്രണയ നൈരാശ്യമെന്ന സൂചന. ഈ മാസം 29-ന് വിവാഹം നിശ്ചയിച്ചിരുന്ന യുവതിയെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. പട്ടാമ്പി തീരദേശ പാതയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഈ മാസം 29-ന് വിവാഹം നിശ്ചയിച്ചിരുന്ന ആലൂർ കാങ്കത്തുപടി ശിവന്റെ മകൾ പ്രവിയയാണ് കൊല്ലപ്പെട്ടത്. 30 വയസ്സാണ്. തൃത്താല ആലൂർ സ്വദേശിയായ സന്തോഷാണ് കൊലപാതകം നടത്തിയെന്നും ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ശ്രമിച്ച സന്തോഷിനെ അതീവ ഗുരുതരാവസ്ഥയിൽ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇയാളും മരിക്കുകയായിരുന്നു. ഇരുവരും അടുപ്പത്തിലായിരുന്നുവെന്നും ഇതിൽ നിന്നും പ്രവിയ പിന്മാറി മറ്റൊരാളെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചതുമാണ് കൊലപാതകത്തിന് പ്രകോപനമായതുമെന്നാണ് പോലീസ് സംശയം. നേരത്തെ മറ്റൊരാളെ വിവാഹം ചെയ്ത പ്രവിയ പിന്നീട് ഈ ബന്ധം വേർപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് പ്രവിയ സന്തോഷുമായി അടുപ്പത്തിലായത്. തന്റെ വിവാഹം കഴിക്കണമെന്ന് സന്തോഷ് പ്രവിയെ നിർബന്ധിച്ചിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ പ്രവിയ ഇതിന് തയ്യാറാകാതെ ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. തുടർന്നാണ് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചത്. ഇതിലെ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സംശയം. തുടക്കത്തിൽ കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ആലൂർ സ്വദേശിനിയാണ് മരിച്ചതെന്നറിഞ്ഞതോടെയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഇതിനിടെയാണ് യുവതിയെ ആക്രമിച്ചത് സന്തോഷാണെന്നും ഇയാൾ ജീവനൊടുക്കാൻ ശ്രമിച്ചുവെന്നും മനസ്സിലായത്. പ്രവിയ നേരത്തെ വിവാഹിതയായിരുന്നു. ഇതിൽ ഒരു കുട്ടിയുണ്ട്. എന്നാൽ ഭർത്താവുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതാണ്. മരിച്ച സന്തോഷിനും ഭാര്യയും 2 മക്കളുമുണ്ട്. ഭാര്യയുമായുള്ള ബന്ധം സന്തോഷും വേർപ്പെടുത്തിയതാണ്. കൈപ്പറമ്പിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ഞായറാഴ്ച രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു അപകടം. കുന്നംകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൈപ്പറമ്പ് കയറ്റം കയറി വരുന്നതിനിടെയായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം പാതയിൽ ഡിവൈഡറുള്ള പല ഭാഗത്തും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു. കൈപ്പറമ്പിലും സൂചനാ ബോർഡ് സ്ഥാപിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് അധികൃതർ തയ്യാറായിട്ടില്ല. ബസ് ഡിവൈഡറിലിടിച്ച് കയറിയതിനെ തുടർന്ന് യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. ഡിവൈഡർ കാണാൻ സാധിക്കാത്തതിനെ തുടർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി നാട് വിഷു ആഘോഷിച്ചു. വിഷുക്കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും മലയാളികൾ ആഘോഷം അവിസ്മരണീയമാക്കി. പുത്തൻ പ്രതീക്ഷകളുമായി മറ്റൊരു വിഷുദിനം കൂടി. കണിയൊരുക്കി കൈനീട്ടം വാങ്ങി പുതുവർഷത്തെ വരവേറ്റ് നാട് വിഷു ആഘോഷിച്ചു. ശ്രീകൃഷ്ണ പ്രതിമയ്ക്ക് മുന്നിൽ വിവിധ തരത്തിലെ പഴങ്ങളും ഉണക്കലരി, നാണയം, പുതിയ വസ്ത്രം, സ്വർണം എന്നിവ അമ്മമാർ പ്രത്യേകം താലത്തിലൊരുക്കി കണിവെച്ചു. പുലർച്ചെ മുതിർന്നവർ കുട്ടികളെ വിളിച്ചുണർത്തി കണി കാണിച്ചു. തുടർന്ന് മുതിർന്നവർ എല്ലാവർക്കും കൈനീട്ടം നൽകി വിഷുദിനാഘോഷം തുടങ്ങി. ഇന്നലെ മുതൽ വിഷുവിനെ വരവേറ്റ് വീടുകൾ തോറും പടക്കം പൊട്ടിച്ചു. പുതുവർഷത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാനാണ് കണിയൊരുക്കി കൈനീട്ടം നൽകുന്നതായുള്ള വിശ്വാസം. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത 1 വർഷക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ, അമ്പലപ്പുഴ പോലെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ വൻ ഭക്തജന തിരക്ക്. മേടപ്പുലരിയുടെ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത്. പുലർച്ചെ 2:42 മുതൽ 3:42 വരെയുള്ള 1 മണിക്കൂറായിരുന്നു ഗുരുവായൂരിലെ വിഷുക്കണി ദർശനം. ക്ഷേത്രനാഴികമണി 2 അടിച്ചതോടെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദരൻ നമ്പൂതിരി
കുളിച്ച് ഈറഞ്ഞണിഞ്ഞെത്തി ആദ്യം സ്വന്തം മുറിയിൽ ഗുരുവായൂരപ്പനെ കണി കണ്ടു. നാളികേരമുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവട്ടവും വെഞ്ചാമരവും കൊണ്ടലങ്കരിച്ച് സ്വർണസിംഹാസനത്തിൽ വെച്ചിരുന്നു. ഇതിനു താഴെയാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ ഓട്ടുരുളിയിൽ കണിക്കോപ്പൊരുക്കിയിരുന്നത്. 2:40 കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ട് തൊഴുതു. ശ്രീലകത്തിനു പുറമെ നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കിയിരുന്നു. കണിദർശനം അവസാനിച്ചതോടെ വാഗചാർത്തും അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണിദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്കു കാണാൻ ആയിരങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. ക്ഷേത്രത്തിൽ വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. വിഷു സദ്യയും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ പ്രദീപ് സർക്കാർ, ബിനോട്ടി റായ് എന്നിവരാണ് മരിച്ചത്. പട്ടാമ്പിക്കും കാരക്കാടിനുമിടയിലാണ് സംഭവം. ഇവർ വന്ദേ ഭാരത് ട്രെയിന് മുന്നിലേക്ക് ചാടിയതാണെന്നാണ് പറയുന്നത്. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് ആറാട്ടോടെ തുടക്കമായി. ഏപ്രിൽ 20, 21 തീയതികളിലായിട്ടാണ് പൂരാഘോഷം. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദേശത്തട്ടാൻ താലിയും ദേശപ്പണിക്കർ നൂലും സമർപ്പിച്ചു. അത്താഴപൂജയ്ക്ക് ശേഷം ഭഗവതി ആനപ്പുറത്തേറി ക്ഷേത്രക്കുളത്തിലേക്ക് ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടിന് ശേഷം വാദ്യമേളങ്ങളോടെ തിരിച്ചെഴുന്നള്ളിയ ഭഗവതിയെ ദേശക്കാർ ക്ഷേത്രമതിലകത്ത് 100 കണക്കിന് പറവെച്ച് സ്വീകരിച്ചു. ഞായർ മുതൽ തട്ടകത്തെ പറയെടുപ്പ് തുടങ്ങി. ഏപ്രിൽ 20, 21 തീയതികളിലായാണ് പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരം. ദാരിക പടപ്പുറപ്പാടിന്റെ ഭാഗമായി 18 ചെറിയ കുതിരവേലയും കാളിയുടെ പടപ്പുറപ്പാടിന്റെ ഭാഗമായി 19 വലിയ കുതിരവേലയും ആഘോഷിക്കും. പൂരദിവസമായ 20 ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും. ഉച്ചയോടെ ആരംഭിക്കുന്ന ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ക്ഷേത്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് ആദ്യം ദാരികനും പിന്നീട് കാളിയും ക്ഷേത്രത്തിലെത്തും. തേരിലേറി ക്ഷേത്രമതിലകത്ത് പടനയിക്കുന്ന കാളിയും ദാരികരും വാക്പോര് നടത്തും. പേടിച്ചോടുന്ന ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിലാണ് പകൽപൂരത്തിന് സമാപനം. ഞായറാഴ്ച രാവിലെ പാലക്കൽ കാവിലെത്തുന്ന ഭഗവതിയെ കാളിയും ദാരികനും പറവെച്ച് സ്വീകരിക്കും. ക്ഷേത്രത്തിൽ തിരിച്ചെത്തി വാക്പോരിനൊടുവിൽ തോറ്റോടുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കാളി മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 350 പവനോളം സ്വർണം കവർന്നു. പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തുള്ള രാജേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണമാണ് കവർന്നത്. രാജേഷ് കുടുംബത്തോടൊപ്പം ദുബായിലാണുള്ളത്. 2 ആഴ്ച മുൻപാണ് ഇവർ വീട്ടിൽ വന്നുപോയത്. ഇതിനിടെ ശനിയാഴ്ച വൈകിട്ട് വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരി വീടിന്റെ പിൻവശത്തുള്ള ഗ്രില്ല് തകർത്ത നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് അകത്ത് കയറിയപ്പോൾ അലമാരയും മറ്റും തുറന്നിട്ട നിലയിൽ കണ്ടെത്തി. ഉടൻ വീട്ടുടമ വിവരം അറിയിച്ചു. 350 പവൻ സ്വർണം മോഷണം പോയതായാണ് ഇവർ പോലീസിൽ നൽകിയിരിക്കുന്ന വിവരം. മലപ്പുറം SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ടെത്തി അന്വേഷണം നടത്തിവരികയാണ്. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയാലിസിസ് മെഷീനുകളുടെ ഉദ്ഘാടനം നടന്നു. കുന്നംകുളം ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപനും ആശുപത്രി വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഗീവർഗീസ് മോർ യൂലിയോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടൊപ്പം ആശുപത്രിയിൽ പുതുതായി ആരംഭിക്കുന്ന അത്യാധുനിക ക്യാന്റീനിന്റെ കൂതാശയം ഉറുമ്പിൽ ജോൺ കോറപ്പിസ്കോപ്പയുടെ സഹകാർമ്മികത്വത്തിൽ യൂലിയോസ് മെത്രാപോലിത്ത നിർവഹിച്ചു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൺസി എബ്രഹാം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഡോക്ടർമാർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രം. വനമാതാവിന്റെ അനുഗ്രഹം തേടി തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 5:45 ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരിപ്രദക്ഷിണവും തുടർന്ന് ദിവ്യബലിയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് 5 അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തിരുനാൾ നേർച്ചകൂട്ടിന്റെ ആശീർവാദവും, രാത്രി 10 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും, തേര് മത്സരം, ബാൻഡ് മത്സരം എന്നിവയും അരങ്ങേറി. ബാൻഡ് വാദ്യ മത്സരവും തേര് മത്സരവും തിരുനാളിനെത്തിയവരുടെ കണ്ണിനും കാതിനും കുളിർമഴ പെയ്ത അനുഭവമാണ് സൃഷ്ടിച്ചത്. 100 കണക്കിന് പേരാണ് മത്സരങ്ങൾ ആസ്വദിക്കാനെത്തിയത്. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30-നും 7-നും 8:30-നും ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും നടന്നു.
ലൂർദ് കത്തീഡ്രൽ സഹവികാരി ഫാദർ അനു ചാലിൽ മുഖ്യ കാർമ്മികനായ പാട്ടുകുർബാനയ്ക്ക് മറ്റം ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ ചിറമൽ സഹകാർമ്മികനായി. ഫാദർ ഡോക്ടർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4-ന് തീർത്ഥകേന്ദ്രത്തിലും 6 മണിക്ക് ഇടവക ദേവാലയത്തിലും ദിവ്യബലി നടന്നു. ദിവ്യബലിക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടായി. ബാൻഡ് വാദ്യത്തിന്റെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശ്വാസികൾ അണിനിരന്ന കിരീടം എഴുന്നള്ളിപ്പ് രാത്രി 9 മണിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ച ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7:30-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിവ്യബലിയും ഒപ്പീസും നടക്കും. വൈകിട്ട് 7-ന് പാലാ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകത്തിന്റെയും ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് തൃശൂർ കലാസദൻ ഓർക്കസ്ട്രയുടെ ഗാനമേളയുടെ അവതരണവും ഉണ്ടാകും. ഇതോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ KF സൈമൺ, KN ജോൺസൺ, PA വർഗീസ്, KR ജിൻസൺ, ജനറൽ കൺവീനർ CT ഫ്രാൻസിസ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഊട്ടുസദ്യ കഴിക്കാൻ വിശ്വാസികളുടെ വൻ തിരക്ക്. ശനി ഞായർ ദിവസങ്ങളിലായി നടന്ന ഊട്ടുസദ്യ കഴിക്കാനെത്തിയത് 10,000-ങ്ങളായിരുന്നു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞുള്ള ദിവ്യബലിക്ക് ശേഷം ആരംഭിച്ച ഊട്ടുസദ്യ കഴിക്കാൻ രാത്രി വളരെ വൈകും വരെയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഞായറാഴ്ച രാവിലെയുള്ള ദിവ്യബലിയെ തുടർന്ന് വിതരണം ആരംഭിച്ച ഊട്ടുസദ്യ ഉച്ചയ്ക്ക് സമാപിച്ചു. ഇടവകയിലെ വിശ്വാസികളും തിരുനാൾ ആഘോഷത്തിൽ സംബന്ധിക്കാനായി എത്തിയവരും വനമാതാവിന്റെ അനുഗ്രഹം തേടി എത്തിയവരും ഉൾപ്പെടെ 18,000-ലേറെ പേരാണ് തീർത്ഥകേന്ദ്രത്തിലെത്തി ഊട്ടുസദ്യയിൽ പങ്കാളികളായത്. ചോറ്, സാമ്പാർ, കായും പയറും തോരൻ, ചെത്തുമാങ്ങ അച്ചാർ എന്നീ വിഭവങ്ങളടങ്ങിയ ഭക്ഷണമാണ് ഊട്ടിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. 27 ചാക്ക് അരിയാണ് ചോറിനായി വേണ്ടിവന്നത്. 300 കിലോ മാങ്ങ ഉപയോഗിച്ചാണ് ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കിയത്. 250 കിലോ കായയും 320 കിലോ പയറുമാണ് ഉപ്പേരി തയ്യാറാക്കുന്നതിനായി വേണ്ടിവന്നത്. 200 കിലോ മത്തൻ, 125 കിലോ കുമ്പളം, 125 കിലോ വെണ്ട, 75 കിലോ മുരിങ്ങ തുടങ്ങിയ ഇനങ്ങൾ സാമ്പാറിനായും ഉപയോഗിച്ചിരുന്നു. കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള കുടുംബാംഗങ്ങൾ മാതാവിന്റെ തിരുനാളിന്റെ നേർച്ചയായി വിളമ്പിയ ഊട്ടുസദ്യ കഴിക്കാനെത്തിയിരുന്നു. ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം നൽകിയത് കൂടാതെ പാഴ്സലായും നേർച്ച സദ്യ വിശ്വാസികൾക്ക് വിതരണം ചെയ്തിരുന്നു. TT സജീവ് കൺവീനറായും PA ബാബു ജോയിന്റ് കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ഊട്ടുസദ്യയ്ക്ക് നേതൃത്വം നൽകിയത്. CCTV ന്യൂസ് കേച്ചേരി. ചാവക്കാട് ബാർ അസോസിയേഷന്റെ വാർഷിക കുടുംബസംഗമം നടന്നു. സ്ഥലം മാറിപ്പോകുന്ന മജിസ്ട്രേറ്റ് രോഹിത് നന്ദകുമാറിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ബാർ അസോസിയേഷന്റെ കുടുംബസംഗമവും യാത്രയയപ്പ് സമ്മേളനവും ചാവക്കാട് സബ് ജഡ്ജ് V വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോകൻ തേർലി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ഉപഹാരം സെക്രട്ടറി അക്തർ അഹമ്മദ് മജിസ്ട്രേറ്റിന് നൽകി. ചാവക്കാട് മുനിസിപ്പൽ ഡോക്ടർ അശ്വതി അശോക്, സീനിയർ അഭിഭാഷകരായ TB ചന്ദ്രബാബു, C സുഭാഷ് കുമാർ, KD വിനോജ്, C രാജഗോപാൽ, KK കുഞ്ഞു മുഹമ്മദ്, ഗവൺമെന്റ് റീഡർമാരായ സിജു മുട്ടത്ത്, K രജിത് കുമാർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് കവിത പ്രവീൺ വരച്ച മജിസ്ട്രേറ്റിന്റെ ഛായാചിത്രം സ്നേഹസമ്മാനമായി സമർപ്പിച്ചു. PS ബിജു, അനീഷ ശങ്കർ, ഫ്രെഡി പയസ്, C നിഷ, മഹിമ രാജേഷ്, KK ജന്യ, പ്രത്യുഷ് ചൂണ്ടലത്ത് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശത്തിനും ഉത്സവാഘോഷത്തിനും തുടക്കമായി. ഏപ്രിൽ 14 മുതൽ മെയ് 1 വരെയാണ് ചടങ്ങുകൾ. വൈകിട്ട് ആചാര്യവരണം, കലവറ നിറയ്ക്കൽ എന്നീ ചടങ്ങുകളോടെ നവീകരണ സഹസ്രകലശത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30-ന് സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നവീകരണ കലശ കമ്മിറ്റി രക്ഷാധികാരി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയാകും. തുടർന്ന് എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കും. 16-ന് രാവിലെ 8-ന് തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി സ്വാമിയാർക്ക് സ്വീകരണവും വെച്ച് നമസ്കാരവും നടക്കും. 17-ന് രാവിലെ ക്ഷേത്രത്തിൽ പുതിയ നാഗപ്രതിഷ്ഠയും 21-ന് രാവിലെ 7:30-ന് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കും. 24-ന് രാവിലെ പരക്കാട് തങ്കപ്പന്മാരുടെ പഞ്ചവാദ്യവും സഹസ്രകലശത്തോടുകൂടി നവീകരണ കലശ ചടങ്ങുകൾ സമാപിക്കും. 24-ന് വൈകിട്ട് അരനൂറ്റാണ്ടായി മുടങ്ങിക്കിടന്നിരുന്ന ഉത്സവം കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കും. ഉത്സവ ദിവസങ്ങളിൽ തായമ്പകയും ഉത്സവത്തിന്റെ 6-ാം ദിവസമായ ഏപ്രിൽ 29-ന് ഉത്സവബലി, വിളക്കാചാരത്തിന് പ്രത്യേക ഇടയ്ക്ക നാദസ്വര പ്രദക്ഷിണവും 30-ന് വൈകിട്ട് പള്ളിവേട്ടയ്ക്ക് ഗുരുവായൂർ ഗോപന്റെ നേതൃത്വത്തിൽ മേളവും മെയ് 1-ന് ആറാട്ടിന് ശങ്കരപുരം പ്രകാശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടാകും. ആറാട്ടിന് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. CCTV ന്യൂസ് കുന്നംകുളം.
കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം അജ്ഞാത കാർ ബൈക്ക് യാത്രക്കാരനെയും കാൽനട യാത്രക്കാരനെയും ഇടിച്ച് നിർത്താതെ പോയി. പരിക്കേറ്റ കാൽനട യാത്രക്കാരനായ ഒറീസ സ്വദേശിയായ ബൊലോറോ സിംഗ്, ബൈക്ക് യാത്രക്കാരനായ അക്കിക്കാവ് കരിക്കാട് കാലടി വീട്ടിൽ വിഷ്ണു എന്നിവരെ രൂപപ്പെട്ട എക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 7:30 സംഭവം. ഗുരുവായൂർ തിരുവേങ്കടാചലപതി ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു. കോട്ടപ്പടി സന്തോഷ് മാരാർ, ഗുരുവായൂർ ജയപ്രകാശ്, ഷൺമുഖൻ തെച്ചിയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളത്തോടെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. കിഴിശാന്തി രമേശൻ നമ്പൂതിരി തിടമ്പ് എഴുന്നള്ളിച്ചു. തുടർന്ന് നടന്ന ദേവീ സംഗമത്തിന് മേലേക്കാവ് കോമരം അച്യുതൻ പാവിട്ടുമുറിയും താഴത്തേക്കാവ് കോമരം ബാലൻ നെന്മനിയും അണിചേർന്നു. ഗുരുതി ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര സമിതി ഭാരവാഹികളായ സേതു തിരുവെങ്കിടം, ബാലൻ വാർനാട്ട്, എ അനന്തകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വോളിബോൾ സമ്മർ ക്യാമ്പിന് തിങ്കളാഴ്ച തുടക്കമാകും. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മികച്ച വോളിബോൾ താരങ്ങളെ കണ്ടെത്താനാണ് ക്യാമ്പ്. 11 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം ലഭിക്കുക. ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങളെ GCC ആരംഭിക്കുന്ന വോളിബോൾ അക്കാദമിയിലേക്ക് തെരഞ്ഞെടുക്കും. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനപ്പുറത്തായി പ്രവർത്തിക്കുന്ന GCC ക്ലബിലൂടെ വളർന്നു വന്ന ഇതിനകം നിരവധി പേരാണ് മികച്ച കായിക താരങ്ങളായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ നാടിന്റെ യശസ് ഉയർത്തിയത്. കോച്ച് നാസർ പാറമ്മലിന്റെ നേതൃത്വത്തിൽ പരിശീലകരായ അനൂപ് പി ശിവൻ, സിയാദ് ഉസ്മാൻ എന്നിവർ ക്യാമ്പ് നയിക്കും. ക്ലബ്ബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി, സെക്രട്ടറി AM ഇക്ബാൽ, ട്രഷറർ ബഷീർ മാസ്റ്റർ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പലാവ്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിഷു കൈനീട്ടം നൽകി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ 1000-ഓളം പേർക്കാണ് കൈനീട്ടം നൽകിയത്. ക്ഷേത്ര മൂരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ കോർഡിനേറ്റർ രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാർനാട്ട്, ശശി കോനാടത്ത്, ശ്രീധരൻ മാമ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് ബേദേൽ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമാപിച്ചു. ശനിയാഴ്ച നടന്ന സമാപന സമ്മേളനത്തിൽ ജെയിംസ് ജോർജ് പഴഞ്ഞി അധ്യക്ഷനായി. CI ബേബി സ്വാഗതവും ഇവാഞ്ചലിസ്റ്റ് KV ഹെബി നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായി. സുവിശേഷകൻ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ കാഴ്ചകൾക്കപ്പുറത്തേക്കുള്ള സാഹസിക യാത്രകൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടന്ന VBSൽ സംഗീതാഭ്യസനം, വേദപാഠം, ഗ്രൂപ്പ് ക്ലാസ്, മിഷണറി സ്റ്റോറി, ഗെയിംസ്, വിവിധ കലാപരിപാടികൾ, ലഘുഭക്ഷണ വിതരണം എന്നിവ നടന്നിരുന്നു. റിജോയ്സ്, നിസി അനൂപ്, പ്രിയ, ശ്രുതി ടോണി, ജനീഷ, ഡയാന, സ്നേഹ, ഫിലോമിന, ജെയ്സൺ ജോബ്, സാം ചെറുപനക്കൽ എന്നിവർ വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 5 ദിവസം നീണ്ടുനിന്ന VBS ഏപ്രിൽ 9 ചൊവ്വാഴ്ചയാണ് ആരംഭിച്ചത്. TV സൈമൺ മാസ്റ്ററാണ് VBSന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാന വിതരണവും ഉണ്ടായി. പഴഞ്ഞി അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ പ്രധാന പെരുന്നാളായ വിശുദ്ധ ഗീവർഗീസ് സഹോദരിയുടെ ഓർമ്മ പെരുന്നാളിനെ ഫാദർ ജോർജ് ചാക്കോ കൊടിയേറ്റി. വിശുദ്ധ ഗീവർഗീസ് സഹോദരിയുടെ നാമത്തിൽ സ്ഥാപിതമായതും പരിശുദ്ധ പരിമല തിരുമേനിയുടെയും പാമ്പാടി മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളതുമായ അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാളായ ഗീവർഗീസ് സഹോദരിയുടെ ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 22, 23 തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുക. ഗുരുവായൂർ കാവേട് സെന്റ് ജോസഫ് പള്ളി തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ ലിജോ ബ്രഹ്മകുളം സന്ദേശം നൽകി. കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. രാത്രിയിൽ വർണ്ണക്കാഴ്ച ഉണ്ടായി. KCYM CLC സംഘടനകളുടെ നേതൃത്വത്തിൽ പറദീസ ബാൻഡ് മേളവും അരങ്ങേറി. തിങ്കളാഴ്ച രാവിലെ പൂർവികർക്കായി ഓർമ്മബലിയും വൈകിട്ട് കാവിഡ് പ്രവാസി അസോസിയേഷൻ നേതൃത്വത്തിൽ സംഗീത നിശ്ചയം ഉണ്ടാകും. വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ജനറൽ കൺവീനർ CV ജെയ്സൺ, PRO MF ജോയ്, ട്രസ്റ്റിമാരായ ഫുൾജൻ ഫ്രാൻസിസ്, MM ബോസ്കോ, VJ ട്രിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ 133 ജന്മദിന സമ്മേളനം ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം തേർമടം ഹാളിൽ നടന്നു. സംഘടനാ ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. KK മോഹനൻ അധ്യക്ഷത വഹിച്ചു. KC അശോകൻ, PK ഹരിദാസ്, MA സണ്ണി, NR രാമദാസ് എന്നിവർ സംസാരിച്ചു. സംഘടനാ മെമ്പർമാർക്ക് വിഷു കൈനീട്ടവും നൽകി. കാണികളുടെ മനം കവർന്ന മേളപ്പൊലിമയോടെ ഫ്യൂഷൻ മ്യൂസിക് ഷോ മന്ദലാകുന്ന് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയ സ്റ്റേജ് പ്രോഗ്രാമിന്റെ 3ാം ദിനത്തിലാണ് മ്യൂസിക് ഷോ അരങ്ങേറിയത്.
ശനിയാഴ്ച രാത്രി 8 മണിക്കാണ് ഫ്യൂഷൻ മ്യൂസിക് ഷോ സ്റ്റേജിൽ തകർത്താടിയത്. കെടാമംഗലം മേളപ്പുലിമയുടെ നേതൃത്വത്തിൽ 20ഓളം കലാകാരന്മാർ അണിനിരന്നാണ് ചെണ്ടമേളത്തിന്റെയും വയലിൻ, ഗിറ്റാർ, ഓർഗൺ എന്നിവയിൽ മ്യൂസിക് പെരുമ തീർത്തത്. വിവിധ ഭാഷയിലുള്ള പാട്ടുകൾ വേദിയിൽ നിന്ന് ഉയരുന്നതിനനുസരിച്ച് കാണികൾ ഹർഷാരവത്തോടെ ആടിത്തിമിർത്തും പ്രചോദനം നൽകി. ഏപ്രിൽ 11 മുതൽ 20 വരെയാണ് മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീച്ച് ഫെസ്റ്റിവൽ നടത്തുന്നത്. ഇശൽ സന്ധ്യ, അറബിക് നൈറ്റ്, നാട്ടരങ്ങ്, ഗസൽ നിലാവ് എന്നിങ്ങനെ വിവിധ സ്റ്റേജ് പരിപാടികളാണ് നടത്തുന്നത്. ചെയർമാൻ TV സുരേന്ദ്രന്റെയും കൺവീനർ അസീസ് മന്നലാംകുന്നിന്റെയും നേതൃത്വത്തിൽ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രദേശത്തെ സന്നദ്ധ സംഘടനാ ക്ലബ്ബ് ഭാരവാഹികളും നേതൃത്വം നൽകി. ഇതിന്റെ ഭാഗമായി വിവിധ റെയ്ഡുകളോടുകൂടി കാർണിവലും ഒരുക്കിയിട്ടുണ്ട്. CCTV ന്യൂസ്, പുന്നേർകുളം. വിധവാക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു റംസാൻ റിലീഫ് വിതരണം സംഘടിപ്പിച്ചു. കാണിപ്പേർ പനങ്ങാട്ട് ബിൽഡിംഗിൽ നടന്ന ചടങ്ങ് പ്രവാസി വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ അയ്യപ്പൻ പനങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. വിധവാക്ഷേമ സംഘം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വിധവാക്ഷേമ സംഘം വർക്കിംഗ് പ്രസിഡന്റ് ശോഭന കുന്നത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചുള്ളിൽ വിശ്വനാഥൻ, സത്യഭാമ വിശ്വനാഥൻ, ജയപ്രകാശ് ഇലവന്ത്ര, ശ്രുതി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. വിധവാക്ഷേമ സംഘം സെക്രട്ടറി കുമാരി സ്വാഗതവും പ്രസിഡന്റ് ജാനകി ആർത്താറ്റ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ 100ഓളം പേർക്ക് റിലീഫ് നൽകി. ദാരിദ്ര്യവും വാർദ്ധക്യവും ഒറ്റപ്പെടലും അന്യമാക്കുന്ന ആഘോഷ അവസരങ്ങൾ തിരിച്ചു നൽകുന്ന ബാല്യനിഷ്കളങ്കത പ്രമേയമാക്കി റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിം ഉണ്ണിക്കുട്ടനും കുട്ടാപ്പവും ശ്രദ്ധേയമാകുന്നു. അച്ഛൻ പടക്കം വാങ്ങിയാരാ വന്നിട്ട് പറ്റിച്ചൂടാ, കയ്യിൽ കാശില്ലാത്ര. എന്റെ വീട്ടിലും കുറച്ച് പടക്കം വാങ്ങിയല്ലോ. ഉണ്ണിമോളുടെ വീട്ടിൽ ചെണ്ട പടക്കം പൊട്ടിച്ചേ. നമുക്ക് കുറെ കാശുണ്ടാക്കി പടക്കം വാങ്ങിയാലോ? എങ്ങനെയാ കാശുണ്ടാക്കുക? കണിക്കൊന്ന് വെച്ചിട്ട് കാശുണ്ടാക്കും. കണിക്കൊന്നപ്പൂ വിറ്റ് പണമുണ്ടാക്കി പടക്കവും കമ്പിത്തിരിയും മേശപ്പൂവും വാങ്ങി വിഷു ആഘോഷിക്കാൻ മോഹിച്ച് കണിക്കൊന്ന തേടിയിറങ്ങുന്ന കുട്ടികൾ ഒറ്റയ്ക്ക് ജീവിതം തള്ളി നീക്കുന്ന പാവപ്പെട്ട വയോധികയുടെ വീട്ടിലെത്തിയതിനെ തുടർന്നുള്ള സംഭവങ്ങളാണ് 5.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഹ്രസ്വ സിനിമയുടെ ഇതിവൃത്തം. സാധു വയോധികയുടെ വീട്ടുമുറ്റത്തെ കണിക്കൊന്നയിൽ നിന്ന് ശേഖരിച്ച പൂ വിറ്റ് കിട്ടിയ പണം കൊണ്ട് പടക്ക സാധനങ്ങൾ വാങ്ങി ആ സാധു സ്ത്രീയുമൊത്ത് വിഷു ആഘോഷിക്കുകയാണ് കുട്ടികൾ. ആഘോഷങ്ങളിലും ചേർത്തുപിടിക്കലുകളുടെ സന്ദേശം പങ്കുവയ്ക്കുന്ന ഈ കൊച്ചു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് മരത്തംകോട്, കിടങ്ങൂർ പ്രദേശങ്ങളിലാണ്. വിജേഷാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ശ്രീനു പെരുമ്പിലാവ് സംഗീതം നൽകിയ ഹ്രസ്വ സിനിമയുടെ ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് വിജേഷ് നാഥാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ റിലീസ് ചെയ്ത ഹ്രസ്വചിത്രം അതിവേഗം കാഴ്ചക്കാരെ നേടി മുന്നേറുകയാണ്. CCTV ന്യൂസ്, വേലൂർ. പുന്നേർകുളം സ്കിൽ ഗ്രൂപ്പ് ക്ലബ്ബ് അണ്ടത്തോട് നേതൃത്വത്തിൽ വിഷു കിറ്റ് വിതരണം ചെയ്തു. അണ്ടത്തോട് ക്ലബ്ബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ PS അലി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ഫിറോസ്, സക്കരിയ, നൌഷാദ്, ജമാൽ, അലി പുതുപ്പറമ്പിൽ, മുസ്തഫ, ഷാഹിർ, ഷെബീർ, ആഷിഫ്, റാഫി, മിഷാൽ, ഷിമാസ്, സിനാൻ, സിദാൻ, സുഹൈൽ, ഹാജിയാറകത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗുരുവായൂർ തിരുവേങ്കിടം നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു കൈനീട്ടം വിതരണം ചെയ്തു. പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ മണ്ണൂർ, ശ്രീദേവി ബാലൻ, ഉണ്ണികൃഷ്ണൻ ആലക്കൽ, ബാലൻ തിരുവേങ്കിടം, A സുകുമാരൻ നായർ, രാജഗോപാൽ കാക്കശ്ശേരി, M രാജേഷ് നമ്പ്യാർ, രാജു കൂടത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധരുടെ തിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ ശുശ്രൂഷയും തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെക്കലും നടന്നു. വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യനോസിന്റെയും സംയുക്ത തിരുനാളിന്റെ ഭാഗമായാണ് 2ാം ദിനം വിശുദ്ധരുടെ കൂടുതുറക്കൽ ശുശ്രൂഷ നടത്തിയത്. ഇതിന്റെ ഭാഗമായി ദിവ്യബലി, തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. സാവിയോ ഹോം മനക്കൊടി ഡയറക്ടർ ഫാദർ ആന്റണി കൊളന്നൂർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പ്, വള എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. രാത്രി 9:30 ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി അമ്പ്, വള എഴുന്നള്ളിപ്പ് സമാപനവും ഉണ്ടായി. തുടർന്ന് ബാൻഡ് സെറ്റുകളുടെ ഫ്യൂഷൻ കലാപ്രകടനത്തിനു ശേഷം വർണ്ണമഴയും ഉണ്ടായിരുന്നു. ഏപ്രിൽ 7 തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ തിരുനാൾ കൊടികയറ്റം നിർവഹിച്ചായിരുന്നു തിരുനാൾ കർമ്മങ്ങൾ തുടക്കമായത്.
2500ഓളം ഹൈഡ്രജൻ ബലൂണുകളും ചടങ്ങിൽ ഫാദർ ആകാശത്തേക്ക് ഉയർത്തി. ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി സഹകാർമ്മികനായിരുന്നു. ഏപ്രിൽ 15 രാവിലെ 6:30 ഇടവകയിൽ നിന്നും മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനായി ഭക്തജന തിരക്ക്. ദേവിക്ക് വാളും ചിലമ്പുമടക്കം ക്ഷേത്രോപയോഗമായ വസ്തുക്കൾ കൈനീട്ടമായി ലഭിച്ചു. പുലർച്ചെ ആരംഭിച്ച വിഷുക്കണി ദർശനം രാവിലെ 9 മണി വരെ തുടർന്നു. മേൽശാന്തി വൈകുണ്ഠം നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തർക്ക് കൈനീട്ടവും നൽകി. മണിമലർക്കാവിൽ അമ്മയ്ക്ക് വിഷുദിനത്തിൽ വലിയ കാതനുരുളിയും 10 വാളും ചിലമ്പും വലിയ 5 താബൂലത്തട്ടും 6 ആവണപ്പലകകളും ഭക്തരുടെ കാണിക്കയായി ലഭിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ കാത്തോലിക്കേറ്റിന്റെ രത്നദീപം എന്ന വിശേഷണമുള്ള പുണ്യശ്ലോകനായ പുത്തൻകാവ് കൊച്ചു തിരുമേനിയുടെ 73ാമത് ഓർമ്മ പെരുന്നാളിനെ കുന്നംകുളം ഭദ്രാസനാധിപനും ഇടവക മെത്രാപോലിത്തയുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത കൊടിയേറ്റി. ഇടവകയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷം മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യുകയും നവതി വർഷാചരണത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയും ചെയ്തു. ഇടവകാംഗമായ ജിനീഷ ജോൺ തയ്യാറാക്കിയ ലോഗോ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏപ്രിൽ 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ പുത്തൻകാവ് ഗീവർഗീസ് മാർ പീലക്സിനുസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കും. 17, 18, 19 തീയതികളിൽ വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരം, തുടർന്ന് ഗാനശുശ്രൂഷ, തിരുവചന പ്രഘോഷണം, അത്താഴഊട്ട് എന്നിവ നടക്കും. 20 രാവിലെ 7 മണിക്ക് വന്ധ്യ ജോൺ ഉറുമ്പിൽ കോറപ്പിസ്കോപ്പയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, വൈകിട്ട് 6:15 കിഴക്കേ കുരിശുപള്ളിയിൽ നിന്ന് ചായാപട ഘോഷയാത്ര, സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ ബർണബാസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരം, പുത്തൻകാവിൽ കൊച്ചു തിരുമേനി അനുസ്മരണ പ്രഭാഷണം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, അത്താഴഊട്ട് എന്നിവ നടക്കും. 21 രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, 8 സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ 3 കുർബാന, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടാകും. വൈകിട്ട് 4 മണിക്ക് അങ്ങാടി ചുറ്റിയുള്ള കൊടിയും കുരിശും, ധൂവപ്രാർത്ഥന, ആശീർവാദം, പൊതുസദ്യ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വികാരി ഫാദർ സക്രിയ കൊള്ളന്നൂർ, കൈസ്ഥാനി സാംസൺ CK, സെക്രട്ടറി ജോയ് CC, മീഡിയ കൺവീനർ ജിയോക്കി വിൽസൺ എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. അണ്ടത്തോട് കാറിടിച്ച് കാൽനട യാത്രികയ്ക്ക് പരിക്കേറ്റു. അണ്ടത്തോട് സ്വദേശിനി പറയം പറമ്പിൽ 88 വയസ്സുള്ള നഫീസയ്ക്കാണ് പരിക്ക്. ചാവക്കാട് പൊന്നാനി ദേശീയപാത അണ്ടത്തോട് റെഡ് ഹൗസിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന നഫീസയെ കാറിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ സമിതി കാണിയമ്പാൽ കാണിപ്പേർ യൂണിറ്റ് നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. പ്രസിഡന്റ് ബാബു NB, സുനിൽകുമാർ ER, ബാലൻ KC, ബേബി ഗിരിജ, വള്ളിയമ്മു ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ചാവക്കാട് പുത്തൻകടപ്പുറം മേഖലയിൽ 32ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. പേള ഷാഹിദ, AM മുഹമ്മദ്, മർസൂഖ് കൂട്ടപ്പറമ്പ്, നൌഫൽ HM തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 4 ദിവസത്തോളമായി മേഖലയിൽ പൈപ്പ് വഴിയുള്ള കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു. മുനിസിപ്പൽ അധികൃതർ വിവരം അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ചർമ്മം ഗുരുവായൂർ കാവീട് ചുങ്കത്ത് ജേക്കബ് മകൻ ആന്റണി നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കാവീട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. റോസ്മണിയാണ് ഭാര്യ. ഷൈൻ, ഫ്രഷ്ന എന്നിവർ മക്കളാണ്. കോട്ടപ്പടി ഇരിങ്ങപ്പുറം തയ്യിൽ മീനാക്ഷി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ബാലൻ ഭർത്താവും ഷീജ, ഷീല, ഷീബ, ഷീന, ബീന എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ തിരുവെങ്കടം മേലിട്ട് പറഞ്ചുണ്ണി നിര്യാതനായി. 92 വയസ്സായിരുന്നു. മേരി ഭാര്യയും ലില്ലി, ഓമന, ജോയ്സൺ, അന്തോണീസ്, പരേതനായ വർഗീസ്, ഡേവിസ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കുന്നംകുളത്ത് രാവിലെ 9:00 ചെറുവത്തൂർ ഗ്രൗണ്ടിൽ BJPയുടെ പൊതുസമ്മേളനം ആരംഭിക്കും. 11 മണിയോടെ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ മോദി എത്തുമെന്ന സൂചന. നഗരകേന്ദ്രത്തിൽ നിന്ന് റോഡ് ഷോയ്ക്കും സാധ്യത. അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ ട്രയൽ റൺ നടത്തി. നഗരം സംസ്ഥാന പോലീസിന്റെയും SPGയുടെയും നിയന്ത്രണത്തിൽ.
പട്ടാമ്പിയിൽ പട്ടാപ്പകൽ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. തൃത്താല ആലൂർ കാങ്കാത്തുപടി ശിവന്റെ മകൾ 30 വയസ്സുള്ള പ്രവിയയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആലൂർ മൂലത്തൊടി സന്തോഷിനെ പിന്നീട് വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി നാട് വിഷു ആഘോഷിച്ചു. വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും മലയാളികൾ വിഷുവിനെ വരവേറ്റു. വിഷുപുലരിയിൽ കണ്ണനെ കണി കാണാൻ വൻ ഭക്തജനത്തിരക്ക്. പ്രസിദ്ധമായ കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് ആറാട്ടോടെ തുടക്കമായി. ഏപ്രിൽ 20-21 തീയതികളിലായിട്ടാണ് പൂരാഘോഷം. മറ്റ നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രം. വനമാതാവിന്റെ അനുഗ്രഹം തേടി തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in.